ഭക്ഷണം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് ആദ്യം ഫ്രൂട്ട്സ് നൽകുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പഴവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം നൽകണം എന്നാണ്. അതിന് അദ്ദേഹം വൈദ്യശാസ്ത്രപരമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങൾ വേഗത്തിൽ ദഹിക്കുന്നതാണ്. അതായത് നമ്മൾ പാകം ചെയ്ത ഭക്ഷണത്തേക്കാൾ വേഗത്തിൽ ദഹിക്കുന്നത് പഴവർഗ്ഗങ്ങളായതുകൊണ്ട് ആദ്യം ദഹിക്കുന്ന ഭക്ഷണം ആദ്യം കഴിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ദഹന പ്രക്രിയക്ക് പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ട് പഴവർഗ്ഗങ്ങൾ ആദ്യം നൽകുന്നത് അത് ഖുർആനിൽ നിന്നൊരു സൂചനയും അദ്ദേഹം പറയുന്നുണ്ട്. വഫാക്കിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യഷ്തഹൂൻ. അതായത് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് നൽകപ്പെടുന്ന വിഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആദ്യം പറയുന്നത് വഫാക്കിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവർക്ക് തിരഞ്ഞെടുക്കാൻ പാകത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ടാകും. അതിനുശേഷമാണ് വലഹ്മി ത്വയ്രിൻ മിമ്മാ യഷ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന മാംസ വിഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ പഴവർഗ്ഗത്തെ പരാമർശിച്ചിട്ടാണ് മാംസം പറഞ്ഞത്. അത് ഇതിൻ്റെ ഒരു ക്രമത്തെ സൂചിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് ആദ്യം പഴവർഗ്ഗങ്ങളാണ് നൽകേണ്ടത് എന്നുള്ളതാണ്. പിന്നീട് മാംസം ചേർത്ത ഭക്ഷണം നൽകലാണ് അത്യുത്തമം. അതായത് മാംസമുള്ള ഭക്ഷണമാണ് ഏറ്റവും ഉത്തമമായ ഭക്ഷണം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഒരാളെ സൽക്കരിക്കുമ്പോൾ നല്ല ഭക്ഷണം തന്നെ നൽകുക, അതിന് മാംസം തിരഞ്ഞെടുക്കലാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അതിനുശേഷം ആ ഭക്ഷണത്തിന് ശേഷം അല്പം മധുരം നൽകുന്നത് നല്ലതാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് അള്ളാഹു ഇറക്കിക്കൊടുത്ത മന്നയും സെൽവയും, ബനൂ ഇസ്രായേലുകൾക്ക് മന്നയും സെൽവയും ഇറക്കിക്കൊടുത്തു എന്നാണ്. സെൽവ എന്ന് പറയുന്നത് മാംസഭക്ഷണവും മന്ന എന്ന് പറയുന്നത് മധുരമുള്ള ഒരു പലഹാരം, ഒരു വിഭവമാണ് എന്നതാണ്. അതുകൊണ്ട് മെയിൻ കോഴ്സിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് അല്പം മധുരം നൽകുന്നത് സൽക്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നും അവസാനത്തിൽ തണുത്ത വെള്ളം കുടിക്കാൻ നൽകുക, അതോടുകൂടിയാണ് ആ സൽക്കാരം പൂർത്തിയാകുന്നത് എന്നുകൂടി അദ്ദേഹം അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്.